അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മ ബഅദ് ഫയാ ഇഖ്വാനി ഫില്ലാ. ഇന്ന് മദീനയിലുള്ള ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് സാലിഹു സിന്ദി ഹഫിളഹുല്ലാ, സാലിഹ് ഇബ്നു അബ്ദുൽ അസീസ് സിന്ദി ഹഫിളഹുല്ലാ. മസ്ജിദുൻ നബവിയിലെ മുദർരിസാണ്. അതുപോലെ തന്നെ അൽ ജാമിഅത്തുൽ ഇസ്ലാമിയയിലെ അധ്യാപകനാണ്. അദ്ദേഹം പറയാണ്, الناظر في سيرة الصحابة الأخيار رضي الله عنهم يقطع أنه ليس بين الناس حب صادق كحب أصحاب محمد محمدا صلى الله عليه وسلم ورضي الله عنهم. الناظر في سيرة الصحابة الأخيار, മഹാന്മാരായ സഹാബത്തിൻ്റെ ചരിത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവൻ, അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ചിന്തിക്കുന്നവൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച റസൂലിൻ്റെ സഹാബികൾ, അവരുടെ സീറ മനസ്സിലാക്കിയ ഒരുത്തൻ യഖ്തഉ, അവൻ തീർത്തു പറയും, ഗണ്യതമായി പറയും, അന്നഹു ലൈസ ബൈനന്നാസി ഹുബ്ബുൻ സാദിഖുൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. ജനങ്ങൾക്കിടയിൽ ഇല്ല സത്യസന്ധമായ സ്നേഹമില്ല. ഏതുപോലെ? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, അനുയായികൾ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതുപോലെയുള്ള സത്യസന്ധമായൊരു സ്നേഹം, അതുപോലെയുള്ള സത്യസന്ധമായൊരു സ്നേഹം ജനങ്ങൾക്കിടയിൽ ഇല്ല എന്ന് തീർത്ത് പറയാൻ സാധിക്കും റസൂലിൻ്റെ സ്വഹാബത്തിൻ്റെ ചരിത്രം പഠിച്ച ആളുകൾക്ക്, അത് ചിന്തിക്കുന്ന ആളുകൾക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, അവർ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതുപോലൊരു സ്നേഹം ജനങ്ങൾക്കിടയിൽ അനുയായികൾ തൻ്റെ നേതാവിനെ അതുപോലെ സ്നേഹിക്കുന്നൊരു അവസ്ഥ മുമ്പുണ്ടായിട്ടില്ല, അതിനുശേഷം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല. അത്രയും സുന്ദരമായ മനോഹരമായ ചരിത്രങ്ങളാണ് സഹാബത്തിൻ്റെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുന്നത് പോലെ തന്നെ റസൂലിൻ്റെ സഹാബത്തിൻ്റെ ചരിത്രവും പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ എങ്ങനെയാണ് സ്നേഹിച്ചത് എന്നതിന് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രയേറെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിൻ്റെ മനോഹരമായ ഉദാഹരണങ്ങൾ അവർ അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഒരു അനുയായികളും അവരുടെ നേതാവിനെ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെയൊരു സ്നേഹം ജനങ്ങൾക്കിടയിൽ, സത്യസന്ധമായൊരു സ്നേഹം ഉണ്ടായിട്ടില്ല എന്ന് സ്വഹാബത്തിൻ്റെ ചരിത്രം ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തീർത്തു പറയാൻ സാധിക്കുമെന്നാണ് സാലിഹ് സിന്ദി ഹഫിളഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക, അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള ഈ ഉമ്മത്തിലെ ഖൈറുന്നാസി ഖർനി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളത് എൻ്റെ തലമുറയാണ്, എൻ്റെ കൂടെ ജീവിച്ച സഹാബത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അവരുടെ ചരിത്രവും നമ്മൾ പഠിക്കണം. അതിൽ നമ്മൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് അവരുടെ ചരിത്രം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അവരുടെയൊക്കെ ചരിത്രങ്ങളാണ്, സലഫുകളുടെ മുൻഗാമികളുടെ ചരിത്രമാണ് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കുക, അത് പഠിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിന് നമ്മൾ ആദ്യം നമ്മൾ പഠിക്കണം, എന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.